ഈ തടിയുള്ള ആൾക്കാർക്ക് ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിൽ അവർക്കത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തടി കുറയ്ക്കുന്നത് വഴി നമുക്ക് ഡയബറ്റിസ് റെമിഷൻ എന്ന് പറഞ്ഞാൽ ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ തടി ഇല്ലാത്ത ആൾക്കാർക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അവർ ഓൾറെഡി അവരുടെ BMI നോർമലാണ്. പിന്നെ ഞാൻ വേറൊരു പോയിന്റും കൂടെ ആഡ് ചെയ്തോട്ടെ. എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്നെന്ന് വെച്ച് അതിൻ്റെ അർത്ഥം തടി കൊഴുപ്പില്ലെന്നുള്ളതല്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് വിസറൽ ഫാറ്റും ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഉണ്ട്. ഇങ്ങനെ നോർമലി മെലിഞ്ഞിരിക്കുന്ന ആളുടെ വിസറൽ ഫാറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. നമുക്ക് പേഷ്യൻറ്റിനെ കാണുന്നത് വെച്ച് പറയാൻ പറ്റത്തില്ല. അതിന് വേറെ ബോഡി ഫാറ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ. അപ്പോൾ ഈ വിസറൽ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാർക്കും ഈ ഫാറ്റി ലിവർ പിന്നെ ഈ ഡയബറ്റിസ് ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ്. അതെ 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 അതെ. ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഡയബറ്റിക് ആണ്. 2035 ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ പകുതിയിലേറെ ആൾക്കാരും ഡയബറ്റീസിൻ്റെ ഹൈ റിസ്കിൽ പെടുമെന്നാണ് WHO ഡേറ്റ പറയുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഡയബറ്റീസ് വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഏറെക്കുറെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അത് ചെയ്യാനും സാധ്യമാണ്. നിങ്ങൾക്ക് ഡയബറ്റിസ്, BP, ഫാറ്റി ലിവർ അല്ലെങ്കിൽ PCOD ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ അല്ല നേരിട്ടോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം.